ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എയിം ഫോർ പി എസ് സി യൂട്യൂബ് ചാനൽ. എയിം ഫോർ പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കറണ്ട് അഫയേഴ്സിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായ ചുഴലിക്കാറ്റുകളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് പി എസ് സി പരീക്ഷകളിൽ വരുന്നൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ ചുഴലിക്കാറ്റുകളുടെ പേര്, അത് എവിടാണ് വീശിയത്, അതിന് പേര് കൊടുത്തത് ആരാണ്, അത് പേരിൻ്റെ അർത്ഥം എന്താണ് എന്നിങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാം. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പം നമുക്ക് തുടങ്ങാം. ഒന്നാമത്തേത് മോക്ക അല്ലെങ്കിൽ മോച്ച. മോക്കയെന്നും പറയും, മോച്ചയെന്നും പറയും. 2023 ബംഗാൾ ഉൾക്കടലിൽ വീശിയ ആദ്യത്തെ ചുഴലിക്കാറ്റാണ് മോക്ക. 2023 ബംഗാൾ ഉൾക്കടലിൽ വീശിയ ആദ്യത്തെ ചുഴലിക്കാറ്റാണ് മോക്ക. യമനാണ് ഈ പേര് നൽകിയത്. ആരാണ് ഈ പേര് നൽകിയത്? യമൻ. യമനിലെ കാപ്പിക്കച്ചവടത്തിന് പേര് കേട്ട ഒരു തുറമുഖ നഗരമാണ് മോക്ക. ആ തുറമുഖ നഗരത്തിൻ്റെ പേരാണ് ഈ ചുഴലിക്കാറ്റ് നൽകിയത്. ബംഗ്ലാദേശിനെയും മ്യാൻമറിനെയുമാണ് മോക്ക ബാധിച്ചത്. മ്യാൻമറിൽ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ കരുണ. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. 2023 ബംഗാൾ ഉൾക്കടലിൽ വീശിയ ആദ്യത്തെ ചുഴലിക്കാറ്റാണ് മോക്ക അല്ലെങ്കിൽ മോച്ച എന്നറിയപ്പെടുന്നത്. യമനാണ് ഈ പേര് കൊടുത്തത്. യമനിലെ കാപ്പിക്കച്ചവടത്തിന് പ്രസിദ്ധമായ തുറമുഖ നഗരമായ മോക്കയുടെ പേരാണ് ഈ ചുഴലിക്കാറ്റിന് നൽകിയത്. പിന്നെ ഈ കാറ്റ് എവിടെയൊക്കെയാണ് ബാധിച്ചത്? ബംഗ്ലാദേശിനെയും മ്യാൻമറിനെയും. അതിൽ മ്യാൻമറിൽ ഇന്ത്യ ഒരു രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നു. ആ രക്ഷാപ്രവർത്തനത്തിൻ്റെ പേരാണ് ഓപ്പറേഷൻ കരുണ. അടുത്തത് ബിപർജോയ്. 2023 അറബിക്കടലിൽ രൂപപ്പെട്ട ആദ്യത്തെ ചുഴലിക്കാറ്റാണ് ബിപർജോയ്. 2023 ജൂണിലാണ് ഈ കാറ്റ് രൂപപ്പെട്ടത്. ബംഗ്ലാദേശാണ് ഈ പേര് നൽകിയത്. ബിപർജോയ് എന്ന വാക്കിൻ്റെ അർത്ഥം ദുരന്തം എന്നാണ്. ബിപർജോയ് എന്ന വാക്കിൻ്റെ അർത്ഥം ദുരന്തം. ഇത് ബാധിച്ചത് ഗുജറാത്തിനെയാണ്. അപ്പോൾ 2023 ജൂണിൽ അറബിക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റാണ് ബിപർജോയ്. 2023 അറബിക്കടലിൽ രൂപപ്പെട്ട ആദ്യത്തെ ചുഴലിക്കാറ്റാണിത്. ബംഗ്ലാദേശാണ് ഈ പേര് നൽകിയത്. ദുരന്തം എന്നാണ് ബിപർജോയുടെ അർത്ഥം. ഗുജറാത്തിനെയാണ് ഇത് ബാധിച്ചത്. അടുത്തത് തേജ്. ഇതും അറബിക്കടലിൽ വീശിയ ചുഴലിക്കാറ്റാണ്. 2023 അറബിക്കടലിൽ വീശിയ രണ്ടാമത്തെ ചുഴലിക്കാറ്റാണ് തേജ്. 2023 ഒക്ടോബറിലാണ് വീശിയത്. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ ചുഴലിക്കാറ്റുകൾക്ക് പേരിടുന്നതിന് പിന്തുടരുന്ന ഒരു ഫോർമുല അനുസരിച്ച് ഇന്ത്യയാണ് തേജ് എന്ന പേര് നൽകിയത്. അപ്പോൾ തേജ് എന്ന പേര് നൽകിയത് ഇന്ത്യ. തേജ് എന്ന വാക്കിനർത്ഥം വേഗത എന്നാണ്. തേജ് എന്ന വാക്കിനർത്ഥം വേഗത. ഈ കാറ്റ് ബാധിച്ചത് യമനെയാണ്. അപ്പോൾ 2023 അറബിക്കടലിൽ വീശിയ രണ്ടാമത്തെ ചുഴലിക്കാറ്റാണ് തേജ്. ഇന്ത്യയാണ് തേജ് എന്ന പേര് നൽകിയത്. വേഗത എന്നാണ് തേജ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഇത് ബാധിച്ചത് യമനെയാണ്. അടുത്തത് ഹമൂൺ. 2023 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ വീശിയ ചുഴലിക്കാറ്റാണ് ഹമൂൺ. 2023 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ വീശിയ ചുഴലിക്കാറ്റാണ് ഹമൂൺ. ചതുപ്പ് നിലം എന്നാണ് ഹമൂൺ എന്ന വാക്കിൻ്റെ അർത്ഥം. ഹമൂൺ എന്ന വാക്കിൻ്റെ അർത്ഥമാണ് ചതുപ്പ് നിലം. ഈ പേര് നൽകിയത് ഇറാനാണ്. ഈ കാറ്റ് ബാധിച്ചത് ബംഗ്ലാദേശ്, ഇന്ത്യ, മ്യാൻമർ എന്നിവിടങ്ങളിലാണ്. അപ്പോൾ 2023 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റാണ് ഹമൂൺ. ഈ പേര് നൽകിയത് ഇറാനാണ്. ഈ വാക്കിൻ്റെ അർത്ഥം ചതുപ്പ് നിലം എന്നാണ്. ഈ കാറ്റ് ബാധിച്ചത് ബംഗ്ലാദേശ്, ഇന്ത്യ, മ്യാൻമർ എന്നിവിടങ്ങളിലാണ്. അടുത്തത് മിഥിലി അഥവാ മിഥിലി.
2023 നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റാണ് മിഥിലി അഥവാ മിഥിലി. മാലദ്വീപാണ് ഈ പേര് നൽകിയത്. വലിയ മരം എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇത് ബാധിച്ച പ്രദേശങ്ങൾ വടക്കേ ഇന്ത്യ, ബംഗ്ലാദേശ്. അപ്പോൾ 2023 നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റാണ് മിഥിലി അഥവാ മിഥിലി. മാലദ്വീപാണ് പേര് നൽകിയത്. വലിയ മരം എന്നാണ് ഈ പേരിൻ്റെ അർത്ഥം. ഇത് ബാധിച്ചത് വടക്കേ ഇന്ത്യയും ബംഗ്ലാദേശിനെയുമാണ്. അടുത്തത് മീഷോങ് അല്ലെങ്കിൽ മിഗ്ജാം. രണ്ട് പേരിലും അറിയപ്പെടുന്നുണ്ട്, മീഷോങ് അല്ലെങ്കിൽ മിഗ്ജാം. 2023 ഡിസംബറിൽ ബംഗാൾ ഉൾക്കടലിൽ വീശിയ ചുഴലിക്കാറ്റാണിത്. മ്യാൻമറാണ് പേര് നൽകിയത്. ശക്തി, സഹിഷ്ണുത എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. ഇത് ബാധിച്ച പ്രദേശങ്ങൾ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്. 2023 ഡിസംബറിൽ ബംഗാൾ ഉൾക്കടലിൽ വീശിയ ചുഴലിക്കാറ്റാണ് മീഷോങ് അഥവാ മിഗ്ജാം. മ്യാൻമറാണ് പേര് നൽകിയത്. ശക്തി, സഹിഷ്ണുത എന്നൊക്കെയാണ് ഈ വാക്കിൻ്റെ അർത്ഥം. ബാധിച്ച പ്രദേശങ്ങൾ തമിഴ്നാടും ആന്ധ്രാപ്രദേശും. അടുത്തത് റിമാൽ അല്ലെങ്കിൽ കെമാൽ. 2024 ബംഗാൾ ഉൾക്കടലിൽ വീശിയ ആദ്യത്തെ ചുഴലിക്കാറ്റാണ് റിമാൽ. 2024 മെയ്യിലാണിത് വീശിയത്. പേര് നൽകിയത് ഒമാനാണ്. മണൽ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ബംഗ്ലാദേശിനെയും പശ്ചിമ ബംഗാളിനെയുമാണ് ഈ കാറ്റ് ബാധിച്ചത്. അപ്പോൾ 2024 മെയ്യിൽ ബംഗാൾ ഉൾക്കടലിൽ വീശിയ കാറ്റാണ് റിമാൽ. 2024 ബംഗാൾ ഉൾക്കടലിൽ വീശിയ ആദ്യത്തെ കാറ്റാണിത്. ഒമാനാണ് പേര് നൽകിയത്. മണൽ എന്നാണ് ഈ പേരിൻ്റെ അർത്ഥം. ബംഗ്ലാദേശിനെയും പശ്ചിമ ബംഗാളിനെയുമാണിത് ബാധിച്ചത്. അടുത്തത് അൽവാരോ. 2024 ലോകത്തിലെ ആദ്യ ചുഴലിക്കാറ്റാണ് അൽവാരോ. ഇത് മഡഗാസ്കറിലാണ് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയത്. 2024 ജനുവരി 1 മഡഗാസ്കറിലെ മൊറോമ്പിനടുത്ത് കരയിൽ ആഞ്ഞടിച്ചു. അടുത്തത് അസ്ന. 2024 ഓഗസ്റ്റിൽ അറബിക്കടലിൽ വീശിയ കാറ്റാണ് അസ്ന. ഈ പേര് നൽകിയത് പാകിസ്ഥാനാണ്. പുകഴ്ത്തപ്പെടേണ്ടത്, ദ വൺ ടു ബി അക്നോളജ്ഡ് ഓർ പ്രൈസ്ഡ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അസ്ന ബാധിച്ച പ്രദേശങ്ങളാണ് ഗുജറാത്ത്, രാജസ്ഥാൻ. അപ്പോൾ 2024 ഓഗസ്റ്റിൽ അറബിക്കടലിൽ വീശിയ കാറ്റാണ് അസ്ന. പാകിസ്ഥാനാണ് പേര് നൽകിയത്. പുകഴ്ത്തപ്പെടേണ്ടത് എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. ബാധിച്ച പ്രദേശങ്ങൾ ഗുജറാത്ത്, രാജസ്ഥാൻ. അടുത്തത് ദാന. 2024 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ വീശിയ ചുഴലിക്കാറ്റാണ് ദാന. ഖത്തറാണ് ഈ പേര് നൽകിയത്. ഔദാര്യം എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. ഒഡീഷയിലും വെസ്റ്റ് ബംഗാളിലുമാണ് ഇത് ബാധിച്ചത്. അപ്പോൾ 2024 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ വീശിയ ചുഴലിക്കാറ്റാണ് ദാന. ഈ പേര് നൽകിയത് ഖത്തറാണ്. ഔദാര്യം എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. ഒഡീഷയിലും വെസ്റ്റ് ബംഗാളിലുമാണ് ഈ കാറ്റ് ബാധിച്ചത്. അടുത്തത് ഫെങ്കൽ. 2024 നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ വീശിയ ചുഴലിക്കാറ്റാണ് ഫെങ്കൽ. സൗദി അറേബ്യയാണ് ഈ പേര് നൽകിയത്. നിസ്സംഗമായത് എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. ഇത് ബാധിച്ചത് തമിഴ്നാടിനെയാണ്. അപ്പോൾ 2024 നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ വീശിയ ചുഴലിക്കാറ്റാണ് ഫെങ്കൽ. സൗദി അറേബ്യയാണ് ഈ പേര് നൽകിയത്. നിസ്സംഗമായത് എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. ഇത് ബാധിച്ചത് തമിഴ്നാടിനെയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടെ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയ ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു. ഹാപ്പി ലേണിംഗ്.